കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പകരം സംഘപരിവാർ പാരമ്പര്യമുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ കേരള ഗവർണറായി ചാർജ് എടുത്തതോടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് പുതിയ ഗവർണറും പിണറായി സർക്കാരും ഏത് രീതിയിലാണ് മുൻപോട്ട് പോവുക എന്നായിരുന്നു. എന്നാൽ ഗവർണറായി ചുമതലയേറ്റ് ആദ്യ ദിനം തന്നെ സംസ്ഥാന സർക്കാരിനെ തിരുത്തിയതോടെ വെറുമൊരു റബ്ബർ സ്റ്റാമ്പല്ല, ശക്തമായി ഇടപെടുന്ന ഒരു ഗവർണർ തന്നെയായിരിക്കും താനെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആർലേക്കർ. ചുമതലയേറ്റ ആദ്യ ദിനത്തിൽ ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാകാതെ പോയത്. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ അടുത്ത് എത്തിച്ചതെന്നാണ് വിവരം. തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി. തുടർന്ന് മനോജ് എബ്രഹാമിനെ കാണാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അതോടെ ഗവർണറുടെ ആദ്യ നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാർ അതേപടി നടപ്പാക്കുകയും ചെയ്തു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാരും പിണറായിയും ഇടഞ്ഞിരുന്നെങ്കിലും ഒന്നിച്ചു നിൽക്കേണ്ട അവസരങ്ങളിൽ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ മുൻ ഗവർണർ വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങിയിരുന്നു. എന്നാൽ ആദ്യ ദിനത്തിലെ തന്നെ പുതിയ ഗവർണറുടെ പ്രകടനത്തിൽ ഞെട്ടി നിൽക്കുകയാണ് സർക്കാർ. വിട്ടുവീഴ്ചയ്ക്കൊന്നും വഴങ്ങാത്ത പ്രകൃതക്കാരനാണ് ആർലേക്കർ എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും പുതിയ ഗവർണർ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വരും ദിവസങ്ങളോടെ തന്നെ പുതിയ ഗവർണറും പിണറായി സർക്കാരും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നറിയാൻ സാധിക്കും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.